ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇട്ട് ചുമപ്പ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ലേ, കക്കറച്ചും കാര്യങ്ങളൊക്കെ വെച്ചത് ഞാൻ ആ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി നമ്മൾക്ക് അവിടുത്തെ അമ്പേറുന്നാളാണ് കേട്ടോ. അപ്പോൾ അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവരന്ന് വന്നേച്ചത്. അപ്പോൾ അവരുടെ വീട്ടിലാണ്ടി വന്നേക്കണത്. ഇഷ്ടംപോലെ പടക്കമ്പോട്ടും വെടിക്കെട്ടും തരാന്നാണ് കേട്ടോ പടക്കമ്പോട്ടും വെടിക്കെട്ടൊക്കെ ഉണ്ടായിച്ചത്. അപ്പോൾ ഒക്കെ നിന്ന് കാണേണ്ട ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് ഭംഗിയായിട്ടൊക്കെ പിടിക്കാമെന്ന് ഓർത്ത് നിന്നിട്ട് പോകുന്നു. പല കാര്യങ്ങളൊക്കെ വിട്ടുപോയി പിടിക്കാൻ പറ്റിയില്ല. സംസാരിക്കുമ്പോൾ ഇത്തിരി കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതെനിക്ക് എന്താണാവോ ഇപ്പം ശരീരത്തിൻ്റെയൊക്കെ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടായിരിക്കും ഈ കിതപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാൻ കരാ വർത്തമാനം പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഞാനായിരുന്നു സഡൻ ബ്രേക്കൊക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പം. അങ്ങനെ അമ്പ് കയറിക്കൊണ്ടിരിക്കേണ്ട ഓരോ കുടുംബക്കാരിങ്ങനെ അമ്പുകളിങ്ങനെ പോകുമ്പോൾ ഇവിടെ പടക്കം പൊട്ടാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയൊരു പുണ്യാളനെയൊക്കെ ആയിട്ടാണ് അതേ അവർ വന്നത് അമ്പ്. ഞാനിപ്പോൾ കാണിച്ചിട്ട് പുണ്യാളനെ ഞാൻ ഇത്രയും വലിയ പുണ്യാളൻ്റെ സ്റ്റാച്ചു ആദ്യമായിട്ടാണ് കാണാം. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ. അപ്പോൾ ഇതേ കണ്ട വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ. പുണ്യാളനെയൊക്കെ ചെറിയൊരു സ്റ്റാച്ചുകളാണ് ഞാൻ കണ്ടേക്കണം. ഇത്രയും വലിയൊരു സ്റ്റാച്ചു ആദ്യമായിട്ടാണ് കേട്ടോ കാണണം. അങ്ങനെ പുണ്യാളനെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നിട്ടോ. എവിടെ നിന്നൊക്കെയാണ് പടക്കം പൊട്ടിക്കണേന്നൊക്കെ ഒരു പിടുത്തമൊന്നുമില്ല. അപ്പോൾ എവിടെ നിന്നൊക്കെ തലയിൽ വീഴോ കത്തോടിക്കോ തീ പിടിക്കോ ഒന്നും വരാൻ പറ്റില്ല കേട്ടോ. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവരുടെയൊക്കെ വീട്ടിൽ അമ്പെരുന്നാളിന് ഇതേപോലെ വന്നു കഴിഞ്ഞപ്പം പോയി നമ്മ അലങ്കരിച്ച് വെച്ചേക്കണ ആ സംഭവത്തോട്ട് തീ പിടിച്ച് മൊത്തം തീ ആളിപ്പിടിച്ച് മൊത്തം തീ പിടുത്തമൊക്കെ ആയതാണ്. അപ്പോൾ ആ അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയെന്ന് കേട്ടോ. എവിടെ നിന്ന് എപ്പോൾ തീ തലയിലൊക്കെ വീഴുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മാറി നടന്നിട്ടാ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം വ്യൂ കാണിക്കാൻ പറ്റില്ല കേട്ടോ. വീടിൻ്റെ മൊത്തം അലങ്കരിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനുണ്ട് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ വീട് അടിപൊളിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടാകത്തൊക്കെ ചെയ്ത് കാണാനൊക്കെ. അപ്പോൾ ഒരുപാട് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് വെച്ചതാണ് കേട്ടോ ബൊക്കെ കണ്ട നല്ല ഭംഗിയിലാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നല്ല കറക്റ്റ് ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാവരോടെയൊക്കെ നടന്ന് പള്ളിയിലോട്ടൊക്കെ പോയി നമ്മൾ നേർച്ചയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്നേക്കണം. അങ്ങനെ ചൗക്കപ്പള്ളിയിൽ ആദ്യമായിട്ട് കയറി ഉള്ളിൽ ചെന്ന് മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ നേർച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോരും. അമ്മച്ചിയും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ പിന്നെ അമ്മച്ചിനെ വീട്ടിലെത്തിയിട്ടാണ് പോന്നേക്കണം. അവരുടെ നടന്ന് കയറാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. പൊക്കത്താണ് ചൗക്കപ്പള്ളി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് മോളയും കൊണ്ടാണ് അലങ്കരിച്ച് അവിടെയൊക്കെ വെച്ചേക്കണം. അപ്പോൾ അവലും ലഡുവിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ നേർച്ചക്ക്. നല്ല സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ അവലും ഇത്രയും ലഡും കൂടി പൊടിച്ചിട്ടിട്ട് തിന്ന് നോക്കണം. ചെയ്തോ കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഞാൻ ഇത്രയും കൂടി പോയി വാങ്ങിച്ചാലാന്ന് ഓർത്ത് പിന്നെ നേർച്ചയല്ലേന്ന് ഓർത്ത് കഴിഞ്ഞപ്പം വേണ്ടെന്ന് വെച്ച്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകാൻ നേരത്താണ്ട് സൈലാബാൻ്റെ ഔട്ട്ലെറ്റ് കണ്ടത് നോട്ടം വെച്ച് നേർച്ചയൊക്കെ കയറുന്നിട്ട് മിക്കൂ. അങ്ങനെ മുത്ത് തിരിച്ച് വഞ്ഞ വഴി കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് കയറുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സൈലാബാനിൽ കയറിയിട്ടാ. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടെങ്കിലും ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെന്നത്. അപ്പോൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചീസ് ബോംബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചീസ് ബോംബും ഒരു ഷേക്കും പറഞ്ഞ് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടാണ്. നമുക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നത്തൊക്കെ ആവട്ടെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒന്നും വെക്കരുത്. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സായാലും വാങ്ങിക്കണം, അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ട് അതവിടെ മനസ്സിൽ സൂക്ഷിച്ച് അവിടെ വെക്കരുത്. എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നടത്തണം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാശുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൂടെ, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നിട്ട് എനിക്ക്. പിന്നെ എനിക്കൊന്ന് വയ്യാണ്ടായി കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിനൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റാണ്ട് വേഗം കാര്യങ്ങൾ നടത്താനായിട്ട് നോക്കാം. ഞാനിപ്പം അങ്ങനെ ജീവിക്കണം. ഞാൻ ആര് പറയണതും നോക്കാറൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടായിട്ട് എൻ്റെ ആളും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയും. എനിക്ക് പറ്റണ പോലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നടത്തിയും തരാറുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി സൈലാബം കഴിക്കാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവില്ല ഒരു കൊതി. അപ്പോൾ ഞാൻ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മിൽക്ക് ഷേക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷേക്കിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്ട് ഗുണാഫ് പോലത്തെ എന്തൊരു സംഭവം മിക്സ് ഒരു ചെറിയ ചെപ്പിലാക്കി തന്നിട്ടുണ്ട്. അതാ ഷേക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ട് വേണം കുലുക്കിയിട്ട് നമ്മൾക്കത് കുടിക്കാം. സംഭവം സിപ്പ് എടുത്തിട്ടുണ്ടല്ലോ, എന്താ ടേസ്റ്റ് എന്നറിയോ എൻ്റെ അമ്മയെ. ഒരു അടിപൊളി ഐറ്റം എന്നൊക്കെ പറയാട്ടോ. ഇച്ചിരി ഗുണാഫിൻ്റെ പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വാരി വിതറി ഒന്ന് അലങ്കരിച്ച് കഴിഞ്ഞിട്ട് കുത്തി കുഴിച്ചിട്ട് തിന്നാന്ന് ഓർത്തിട്ടോ. വായിൽ വെള്ളം വന്ന് ഇൻസ്റ്റയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ സംഭവമൊക്കെ. അറിയാമേ ആ സംഭവം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിട്ടിയിട്ട് മൊത്തം കിളി പാറിയ ഒരവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ.
അങ്ങനെ നമ്മൾ കൊട്ടിക്കുടഞ്ഞ് ആ പൊടിയൊക്കെ കൂടി വന്നിട്ട് കഴിഞ്ഞിട്ട് രസമുണ്ട് ആ സംഭവം. കുനാഫയുടെ ആ ഒരു മിക്സ് അത് വെറുതെ കടിച്ചത് ഞാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ സംഭവമൊക്കെ വിതറിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ചീസ് ബോംബ് പൊട്ടിക്കണ്ട. ചീസ് ബോംബ് പൊട്ടിച്ചിട്ട് ആദ്യത്തെ ആ ഒരു ബൈറ്റ് നമ്മുടെ മുത്തിനാണ് കൊടുത്തത്. മുത്തിങ്ങനെ വെള്ളരിക്ക അവിടെ നോക്കിയിരിക്കണം. അങ്ങനെ മുത്തിനും കൊടുത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനടുത്ത് സിപ്പ് എടുത്തത്, ബൈറ്റ് എടുത്തത്. അമ്മച്ചിനെ അവിടെ കാറിൽ എത്തിക്കേണ്ട. ബാക്കി ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ പൊതിഞ്ഞ് കാറിലോട്ട് കൊണ്ടുപോയിട്ട് അമ്മച്ചിക്കും കൂടി ഒരു ബൈറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാനിങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം അവിടെ നിന്ന് കുത്തിയൊക്കെ പൊളിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഒക്കെ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ബോക്സ് അടച്ച് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒലിച്ചൊന്നും പോകുന്നില്ല. നല്ല ഭംഗിയായിട്ട് നല്ലൊരു പെട്ടിയിലൊക്കെയാണ് അവർ സംഭവം സെറ്റ് ചെയ്തിട്ട് തന്നിട്ട്. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ സൈലബാനിൽ പോയിട്ട് ഇത് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം അതെൻ്റെ ഇവിടെ ഫുൾഫില്ലായി. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക്. അങ്ങനെ സൈലബാൻ്റെ ബാഗൊക്കെ കണ്ട് ഞാനിങ്ങനെ നിർവൃതി അടയാൻ കേട്ടോ. നമ്മുടെ ഷേക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ കുപ്പിയുടെ പരിപാടി ഇങ്ങനെ ഇരിക്കുന്നിട്ടാ. ഫസ്റ്റത്തെ ഇതിൽ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾ ഓർത്തല്ലേ ഇതിനകത്ത് പുഴുവാണെന്ന്. ഞാനും അറിയായിരുന്നു പുഴു ഇരിക്കണ പോലെ കേട്ടോ. നമ്മുടെ കുനാഫയുടെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടാ തരിതരിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ പോഞ്ഞ വഴി പല പള്ളികളിലും പെരുന്നാളൊക്കെ നടക്കണ കാരണം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് കുറച്ച് നേരം അതൊക്കെ പോയി വായം വിളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഇതേ നമ്മളിങ്ങോട്ട് തിരിച്ചിങ്ങനെ പോരേണ്ട ചെറിയൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബാക്കിലിരിക്കുന്ന കക്ഷികളൊക്കെ മധുരമൊക്കെ അടിച്ച് കിറങ്ങി ഇതേ ഓഫായിട്ടുണ്ട്. എല്ലാവരും ഓഫായിട്ട് ഇവിടെ ബാക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.